പ്രിയ ഭക്തജനങ്ങളെ, കോഴിക്കോട് കുരുവട്ടൂർ ശ്രീനാരായണപുരം ക്ഷേത്രത്തിൽ നടന്ന സപ്താഹയജ്ഞം യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ പഴയടം വാസുദേവൻ നമ്പൂതിരി. കുറച്ചൊരു ചെറിയൊരു മാറ്റത്തിന് നമ്മൾ ഒന്നും അറിയില്ല, എത്ര വേണ്ടതിന് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെ ഈ ദിവസേന പരാതി രാജാവ് കഷ്ടത്തിലായി. അങ്ങനെ ഒരു ദിവസം മന്ത്രിമാര് നോക്കുമ്പോൾ രാജാവിനെ കാണാനില്ല. ഇവരിങ്ങനെ അന്വേഷിച്ച് പോയി, എവിടെയില്ല. അവസാനം രാജാവിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരു കാട്ടിലെ മരത്തിന്റെ ചോട്ടില് രാജാവ് ഇരുന്നിട്ട് ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഉറക്കെ നാമം ചോദിച്ചിരിക്കുക കർണടത്തില്. മന്ത്രിമാർ പറഞ്ഞു, മഹാരാജാവേ ഹരേ രാമ രാജാവെ അങ്ങക്ക് നാമം ചോദിക്കണമെങ്കിൽ ഇവിടെ ഈ കാട്ടിലിരിക്കട്ടെ, കൊട്ടാരത്തിൽ ഇരുന്ന് ചോദിച്ചൂടെ? ഇവിടെ ഈ പൊതിന്റെ കടിയൊക്കെ കൊണ്ടിട്ട വല്ല ആവശ്യമുണ്ടോ? അപ്പൊ രാജാവ് ഒന്നും വേണ്ട, ഇവിടെ മതി. എന്താ ചോദിച്ചു? എന്താന്നോ, ഇപ്പൊ ഞാൻ വരുമ്പോഴേക്കും ആ കൊട്ടാരത്തിന്റെ മുറ്റത്ത് നിറച്ച ആൾക്കാരുണ്ടാവും. എന്താ രാജാവെ അങ്ങയുടെ മകൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു നിർത്തിയില്ല. എന്താ വെച്ചാൽ ജനങ്ങൾക്ക് ഇയാളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്താ വെച്ചാൽ രാജകുമാരനല്ലേ, രാജാവിനെ പിന്നെയും പറയാം, രാജകുമാരനെ പറയാൻ പറ്റുമോ? അല്ല ഇന്നിപ്പോ അങ്ങനല്ലേ, മന്ത്രിയെ പിന്നെയും പറയാം. പക്ഷെ മന്ത്രിയുടെ മക്കളുടെ കാര്യം ഉണ്ടാൻ പറ്റുമോ? അപ്പോ രാജാവ് പറഞ്ഞില്ല. അപ്പൊ മന്ത്രിമാര് പറഞ്ഞു, രാജാവിനെ അങ്ങനെയോട് ആർക്ക് ദേഷ്യമുള്ളൂ? എല്ലാം ശരിയാണ്. അപ്പൊ രാജാവ് അങ്ങോട്ട് കാര്യമില്ല. അപ്പൊ അങ്ങനെ അങ്ങേ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, അങ്ങനെ എനിക്കൊരു കാര്യം ചെയ്യും, ഞാൻ എന്തായാലും വരുന്നില്ല, എന്തായാലും ഞാൻ ആർക്കും ഈ വിഷമം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാനൊരു 2-3 കാര്യം രാജ്യത്തെ അനൗൺസ് ചെയ്തിട്ട് വേണം പോരാന്ന് വിചാരിച്ചു. നമുക്ക് സമയം കിട്ടിയില്ല. അതുകൊണ്ട് അവിടെ ആ നിർദ്ദേശം ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്, എൻ്റെ അന്തപുരത്തുണ്ട്. അതൊന്ന് രാജ്യത്ത് നിങ്ങളെ അനൗൺസ് ചെയ്യണം. മന്ത്രിമാര് വന്ന് നോക്കി, വന്നപ്പോൾ കടലാസ് ആദ്യം എഴുതിയിട്ടുണ്ട്. അതെന്തായാലും അതിലിപ്പോ പറഞ്ഞാൽ കുഴപ്പമാവുമെന്ന് ഇഷ്ടമില്ല. എന്നാലും ഇതിലുള്ള അവിടെ ഇവിടെ വന്നപ്പോ തന്നെ ഒരമ്മ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയലുണ്ടായി, മകനൊക്കെ എത്ര വയസ്സായി, കല്യാണം ഒന്നും നടന്നില്ല, ഞാനൊന്ന് 2 ദിവസം കഴിയിട്ട് എന്നിട്ട് പറയാമെന്ന് പറഞ്ഞ് നിർത്തിയേക്കാണ്. ഈ അടുത്തത് പറഞ്ഞാൽ വിഷമത്തില്ല. അതുകൊണ്ട് രാജാവിന്റെ ആദ്യത്തെ നിർദ്ദേശം എന്താന്ന് വെച്ചാൽ എന്താണ്? ചെറുപ്പക്കാർക്കുള്ള നിർദ്ദേശമാണ്, നിങ്ങൾക്ക് ആർക്കും കല്യാണം കഴിക്കാൻ തോന്നരുതേ. പക്ഷെ ഇത് പ്രാവർത്തികമാക്കുന്നുണ്ട്. എല്ലാവരും എന്ത് വേണം? കുടുംബജീവിതം ശ്രദ്ധിക്കണം കേട്ടോ. കുടുംബജീവിതം എല്ലാവരും നയിക്കണം. ഒരിക്കലും അതിന് പിന്മാറാൻ പാടില്ല. നമ്മൾ ഈ പരിചയപ്പെട്ടിട്ടുള്ള നമ്മൾ പറയുന്ന മഹർഷിമാരൊക്കെ അവരൊക്കെ കല്യാണം കഴിച്ചവരാണ് കേട്ടോ. എല്ലാവരും കല്യാണം കഴിച്ച തലമുറകളൊക്കെ ജന്മം നൽകി നേരാവണ്ണം ജീവിച്ചവരാണ് അവര്. അതിലിപ്പോ ആകെ നൈഷ്ഠിക ബ്രഹ്മചാരി എന്ന് നൽകി ശ്രീനാരായണ മഹർഷിയും ശ്രീശുഖ ബ്രഹ്മർഷിയുടെ കാര്യത്തിന് പറയാൻ പറ്റില്ല. എന്താ, ഈ ഭാഗവതം ഉപദേശിക്കുന്ന സമയത്ത് ശ്രീശുഖ ബ്രഹ്മർഷിയുടെ വയസ്സ് 16. പക്ഷെ ദേവി ഭാഗവതം പോലുള്ള പുരാണം എടുത്താൽ അതില് ശ്രീശുഖ ബ്രഹ്മർഷി പീവരി എന്നുള്ള സ്ത്രീയെ വിവാഹം കഴിച്ച് കുടുംബജീവിതം നയിച്ചതായിട്ട് കാണാൻ പറ്റും. അവൻ കുടുംബത്താരും പ്രമാണം. പക്ഷെ ഗതി കിട്ടാൽ പറഞ്ഞു പോകുക. പിന്നെ അപ്പൊ ഇപ്പൊ കല്യാണം കഴിക്കണം. അപ്പൊ രാജാവിന്റെ അടുത്ത നിർദ്ദേശം വന്നു, എങ്ങനത്തെ പെൺകുട്ടിയെ കല്യാണം കഴിക്കണം? പ്രസവിക്കാത്ത പെണ്ണിനെ കല്യാണം കഴിക്കണേ. അത് ഏകദേശം ശരിയായി വരുന്നുണ്ട്, ഇല്ലേ? ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറയണ്ട, കല്യാണം കഴിക്കാൻ പ്രസവിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള മുൻകൂർ അഗ്രിമെന്റോട് കൂടിയുള്ള വിവാഹം നടക്കണില്ലേ? ഇപ്പൊ ഞാൻ 4ാം കട തമാശ പറഞ്ഞതല്ല, നല്ലോണം ആലോചിച്ചോളൂ. എന്താ അവരുടെയൊക്കെ ജീവിതത്തെ കുറിച്ച് പറയുക? അതാണ് രമന്തേ മഹിഷായി വാന്ന പറഞ്ഞല്ലോ, പോത്തുകളെ പോലെ. എന്നിട്ട് അതാ കേരളം. പിന്നെ അപ്പൊ ഈ കുഞ്ഞുണ്ടാവാന്നുള്ളത് നമ്മുടെ കയ്യിലല്ല, ഈശ്വരന്റെ കയ്യിലാണ്. അപ്പൊ കുഞ്ഞുണ്ടാവുന്നതായി എന്ത് വേണം?
എങ്ങനത്തെ കുഞ്ഞ് വേണമെന്ന ഈശ്വര നിങ്ങളൊന്നും കുഞ്ഞിനെ ഒന്നും നിരീക്ഷിക്കില്ലേ? നിരീക്ഷണല്ലേ? എങ്ങനെ നല്ല കുട്ടി വേണമെന്ന് എന്താ നിരീക്ഷാറ്? പക്ഷെ രാജാവ് നേരെ വിപരീതമാണ്. രാജാവ് പറഞ്ഞ എന്താ വെച്ചാല് എന്ത് ചെയ്യണം? ഉണ്ടാവുകയാണെങ്കിൽ തോന്നിയത് മുഴുവൻ കാണിക്കണ കുട്ടി. കഥപത്യം വരം മഞ്ഞേ സതപത്യാശുചാമ്പതാൽ നിർവിദ്യേതോ തോന്നിയത് മുഴുവൻ കാണിക്കുന്ന കുട്ടി എന്നുള്ള ഗുണം എന്താ? എന്താ ഉണ്ടായിപ്പോ? വേഗം ഭഗവാനെ വിളിച്ചു ഇല്ലേ? അപ്പൊ നമ്മളെ ഈ ആത്മകഥൊന്നും ഇങ്ങനെ ഉണ്ടായില്ല അല്ലേ? ദുർഗകാരിയുടെ കയ്യിൽ നിന്ന് മകന്റെ കയ്യിൽ നിന്ന് അടിയടി കിട്ടിയപ്പോ എന്തായി? വേഗം ഭാഗവതം അല്ലേ? ഏവം സുതോക്തി വശതോ വിഗ്രഹം വിഹായ യാതോവനം സ്ഥിരമതിർഷഷ്ടി വർഷ യുക്തോ ഹരേ അനുദിനം പരിചര്യാസൗ ശ്രീകൃഷ്ണമാപറിയതം ദശമസ്യ പാഠാൽ. അടി കിട്ടിയപ്പോഴാ അല്ലെ? അതൊക്കെ ഇന്നും കാണാല്ലേ? ഇല്ലേ? മക്കളെ കൊണ്ട് ഗതി കെട്ടിട്ട് അല്ലേ? എനിക്കൊന്നും വേണ്ട. ശ്രദ്ധിക്കുക, അതിനൊക്കെ വന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഇതുപോലെ ഒരു വാക്യം ഞാൻ പറയാനും കേട്ടോ. അങ്ങനെ തന്നെ രാജാവ് പോയി. അപ്പൊ എന്താ ഈ രാജ്യത്തെ ഭരണാധികാരിയില്ല, കള്ളന്മാരെ കൊള്ളക്കാരെ ആലോചിച്ചു എന്താ ചെയ്യാം. അപ്പൊ പറഞ്ഞു ഭരിക്കാൻ ആള് വേണ്ടേ? അപ്പൊ ഞാൻ ആളുണ്ടല്ലോ. ആരാ ചോദിച്ചു? നമ്മുടെ രാജാവ് പോയില്ലേ? ആയിക്കോട്ടെ, രാജാവ് പോയ പിന്നെ ആരാ? രാജാവിന്റെ മകൻ ഇല്ലേ? കൊണ്ടേ കാലത്ത് അങ്ങനെയാണ്. അപ്പൊ ഇവനെയോ? അത് കുഴപ്പമില്ല, അങ്ങനെ അച്ഛനൊക്കെ ഉള്ള സമയത്ത് വലിയ ആൾക്കാരായ കുറേശ്ശെ കുരുത്തക്കേടെ കാണിച്ചു എന്നേ ഉള്ളൂ. ഒരു ഉത്തരവാദിത്വം വന്നാൽ എന്താവും? നേരെയാവും ഇല്ലേ? അപ്പൊ എന്നാ അങ്ങനെയാണല്ലേ? ചിലപ്പോൾ കുട്ടികളെ എങ്ങനെയൊക്കെയാ പറഞ്ഞത് ഇഷ്ടമില്ല, എപ്പോഴാ പറഞ്ഞത് ഇഷ്ടമില്ല, ഒരു ഇതുമില്ല. അപ്പൊ എന്താവും? ഈ കുട്ടിക്ക് ഉത്തരവാദിത്വം ഉണ്ടാവാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യാ? ഉത്തരവാദിത്വം ഉണ്ടാവാൻ വേണ്ടി എന്താ ചെയ്യാ? കല്യാണം കഴിപ്പിക്കും. എന്നിട്ടോ ഒരു കാര്യം ഉണ്ടാക്കിയതാണ്. ഒന്നാമത് ഈ കല്യാണം എന്നുള്ളത് നല്ല ആൾക്കാർക്ക് വേണ്ടിട്ടോ, പരീക്ഷണാടിസ്ഥാനത്തിന് വേണ്ട. നേരെയുള്ളവരെ കല്യാണം കഴിപ്പിച്ചാൽ മതി കേട്ടോ. മനസ്സിലായില്ലേ? എന്തിനാ വെറുതെ വേറെ ആളെ ജീവിതം കൂടി ഉണ്ടാക്കണേ? മുമ്പൊക്കെ ആൺകുട്ടികളാണ് കുറച്ച് കൊടുത്തക്കാടുണ്ടാകുന്ന വെച്ചാൽ ഇന്ന് അതിനെ 10 ഇരട്ടി വെല്ലുവിളിച്ചിട്ടാണ് ആയിരിക്കണേ. അതറിയാല്ലേ? അപ്പൊ ഏതായാലും അച്ഛനമ്മമാരാണ് മക്കൾക്ക് വേണ്ടി, മക്കളെ പോലും അറിയാതെ അല്ലേ, അവർക്ക് വേണ്ടി അമ്പലങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കണം. എത്രയും അച്ഛന്മാർക്ക് പറ്റില്ല. അതുകൊണ്ടാണ് അപ്പൊ ഇന്നും കാണാറുണ്ടല്ലേ ഇങ്ങനെ ഉണ്ടോ? നല്ല കുട്ടികൾ, നല്ല ബുദ്ധിയുണ്ട്. അപ്പൊ ആ കോഴ്സ് പഠിക്കാമെന്ന് പരീക്ഷ എഴുതിയ പാസ് അത്ര ബുദ്ധിയുണ്ട്. പക്ഷെ മൂല്യം എന്താ ചെയ്യാ?